റാപ്പർ വേടന് ജാമ്യ വ്യവസ്ഥയിൽ വീണ്ടും ഇളവ് നൽകി. ഹൈക്കോടതിയാണ് ഇളവ് നൽകിയത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലെ ജാമ്യ വ്യവസ്ഥയിലാണ് ഇളവ്. രാജ്യം വിട്ടുപോകരുതെന്നും മുൻകൂർ ജാമ്യത്തിലെ വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി. വിവരങ്ങൾ ഉചിതബ നൽകും. ഉചിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഉചിതബ, ഈ ജാമ്യ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഇളവുകൾ എന്തെല്ലാമാണ്? നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മറ്റൊരു കേസിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയ അപമര്യാദയെ പെരുമാറി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുൾപ്പെടെയുള്ള കേസിൽ നേരത്തെ ജില്ലാ കോടതി നൽകിയ ജാമ്യവ്യവസ്ഥകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, ഒപ്പം തന്നെ രാജ്യം വിട്ടുപോകരുത്. ഈ രണ്ട് വ്യവസ്ഥകൾ റദ്ദാക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. അന്ന് അത് ഹൈക്കോടതി അംഗീകരിച്ചു. അതിന് പിന്നാലെ മറ്റൊരു ഹർജി കൂടി വേടൻ നൽകിയിരുന്നു. ആ ഹർജിയിൽ പറയുന്നത് പ്രധാനമായും വിവിധ രാജ്യങ്ങളിൽ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ വേടൻ മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ഉള്ള ഒരു ബെയിൽ കണ്ടീഷൻ, ജാമ്യ വ്യവസ്ഥ, അത് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് രാജ്യം വിട്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ പരാതിയിൽ ഉള്ളതുപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ രണ്ടാമതും വേടൻ പറഞ്ഞത് നിരവധി രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കൊളംബോ, ജർമ്മനി, ഫ്രാൻസ്, ദുബായ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകാൻ ആവശ്യമാണ്. മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം കൃത്യമായി തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നൊരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്നതാണ്. എന്തായാലും ഈ വസ്തുതകൾ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് റാപ്പർ വേടന് യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിൽ, നേരത്തെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ ഹൈക്കോടതി ആ കേസിലും ഇളവ് നൽകിയിരിക്കുന്നത്. നേരത്തെ മറ്റൊരു പരാതിയിൽ ഇളവുണ്ടായിരുന്നു. ജില്ലാ കോടതി വെച്ച 2 ജാമ്യവ്യവസ്ഥകൾ, അതിലും വിദേശത്തേക്ക് പോകാനുള്ള അനുമതിയാണ് ഹൈക്കോടതി പിന്നീട് നൽകിയത്. നേരത്തെ ജില്ലാ കോടതി അതിന് അനുമതി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എല്ലാ ഞായറാഴ്ചകളിലും ഹാജരാകണമെന്നുള്ള ഈ 2 വ്യവസ്ഥയാണ് അന്ന് ചോദ്യം ചെയ്തത്. ഇതിൽ ഈ ബെയിൽ കണ്ടീഷൻ നേരത്തെ ഹൈക്കോടതി തന്നെ മുൻകൂർ ജാമ്യം നൽകിയതാണ്. ആ ജാമ്യ വ്യവസ്ഥയിലും രാജ്യം വിട്ടു പോകരുത് എന്നൊരു ഉപാധി ഉണ്ടായിരുന്നു. അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. അതിലും ഇപ്പോൾ ഹൈക്കോടതി വേടന് ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്. വേടനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്.